ഹിമകുന്ദമൃണാളാഭം ദൈത്യാനാം പരമം ഗുരും സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം. സർവശാസ്ത്രങ്ങളുടെയും പ്രവക്താവായ, വിശേഷിച്ച് സംസാരിക്കാൻ പ്രാപ്തിയുള്ള അസുരന്മാരുടെ ആചാര്യൻ ആ ശുക്രനെ ഞാൻ നമസ്കരിക്കുന്നു. പ്രിയമുള്ള പ്രേക്ഷകർ, ശുക്രൻ തൻ്റെ നീചരാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. നാം പറയാറുണ്ട് ഏത് കയറ്റത്തിനും ഒരു ഇറക്കമുണ്ടെന്ന്. ശുക്രൻ്റെ ഉച്ചക്ഷേത്ര മീനത്തിലാണ്. അതൊക്കെ കഴിഞ്ഞ് ശുക്രനിത തൻ്റെ നീചക്ഷേത്രത്തിലേക്ക്, ഉച്ചക്ഷേത്രത്തിൻ്റെ 7ാമത്തെ രാശിയിലാണ് ആ ഗ്രഹത്തിൻ്റെ നീചരാശി വരുന്നത്. ശുക്രൻ്റെ ഉച്ചക്ഷേത്രം മീനത്തിലാണ്. ഇവിടെ കന്നിയിലാണ് ശുക്രൻ്റെ നീചക്ഷേത്രം എന്ന് നിങ്ങൾ അറിയുക. ശുക്രനെ കൊണ്ടാണ് ഭൗതിക സുഖവുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയങ്ങളും നാം ചിന്തിക്കേണ്ടത്. സ്ത്രീകൾ, ആഭരണങ്ങൾ, ഭൗതിക സുഖം, നല്ല ഭക്ഷണം, നല്ല സുഹൃത്തുക്കൾ, യാത്ര, ഓൾ മെറ്റീരിയൽ പാർട്ട് ഓഫ് ലൈഫ്. ഭൗതിക സുഖത്തിന് എന്തൊക്കെയുണ്ട് അതിൻ്റെയൊക്കെ കാരകനാണ് ശുക്രൻ എന്നറിയുക. ശുക്രൻ അനിഷ്ടസ്ഥനായാൽ വലിയ പ്രയാസങ്ങളുണ്ടാവും. പലരും സ്ത്രീ വിഷയത്തിലൊക്കെ പെട്ടുപോകും. പലരുടെയും ബന്ധങ്ങൾ, ഫാമിലി ലൈഫ് തകർന്ന് തരിപ്പണമാകും. ദാമ്പത്യത്തിൽ ധാരാളം ഈ ശുക്രൻ ഈ രാശിയിൽ നിൽക്കുന്ന, കന്നി രാശിയിൽ നിൽക്കുന്ന 32 ദിവസം കേസുകളൊക്കെ ധാരാളം വരും. നിസ്സാര കാര്യങ്ങൾക്കൊക്കെ പോക്സോ കേസുകൾ വരിക, അല്ലെങ്കിൽ നിസ്സാര കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യുക, ദമ്പതികൾ പരസ്പരം കലഹിച്ച് കോടതിയിൽ പോവുക, പോലീസ് സ്റ്റേഷനിൽ പോവുക, പരസ്പരം പഴിചാരുന്ന ഒരു ദൗർഭാഗ്യകരമായ മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ഒരു 32 ദിവസങ്ങളാണ് നിങ്ങളുടെ മുന്നിലുള്ളത്, ജ്യോതിശാസ്ത്രത്തിൽ നമ്മുടെ മുന്നിലുള്ളത്. ശുക്രൻ എപ്പോഴാണ് മാറുന്നത്? ശുക്രൻ ഓഗസ്റ്റ് 1-ാം തീയതി മാറി. ഇനി ശുക്രൻ സെപ്റ്റംബർ 2 വരെ 32 ദിനങ്ങളാണ് ശുക്രൻ തൻ്റെ നീചരാശിയിൽ നിൽക്കുന്നത്, കന്നിരാശിയിൽ നിൽക്കുന്നത്. അതിനാൽ എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കണം. വ്യക്തിബന്ധങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുക. തൻ്റെ ഓപ്പോസിറ്റ് സെക്സിനോട് പെരുമാറുന്നതും ഇതൊക്കെ തന്നെ വളരെ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ഇതുമൂലമുണ്ടാകുന്ന അപകടങ്ങൾ ധാരാളം സംഭാവ്യമാണ്. വളരെ ശ്രദ്ധിക്കുക എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. നാം മേടരാശി മുതൽ 12 രാശിക്കാർക്കും ഈ ശുക്രൻ എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. മകീര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, തിരുവാതിര പുണർത നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ ശുക്രൻ 2 ഭാവങ്ങളുടെ അധിപനാണ്. ഒന്നെന്താണ്? വൈകല്യവാനാണ്. അവരുടെ 12ാം ഭാവാധിപത്യമാണ്. മറ്റൊന്ന് അവരുടെ 5ാം ഭാവാധിപത്യം, സന്താന ഭാവത്തെ, ബുദ്ധിഭാവത്തെ ചിന്തിക്കേണ്ടുന്ന ഭാവാധിപൻ കൂടിയാണ്. ഇവിടെ ശുക്രൻ നിൽക്കുന്നത് 4ാം ഭാവത്തിലാണ്. ശുക്രൻ എവിടെ നിൽക്കുന്നു? കന്നിയിൽ നിൽക്കുന്നു. മിഥുന രാശിക്കാരെ സംബന്ധിച്ചോളം അവരുടെ സുഖസ്ഥാനത്താണ് നിൽക്കുന്നത്. അവരുടെ ഭൗതികമായ സുഖസ്ഥാനത്താണ് നിൽക്കുന്നത്. 4ാം ഭാവം ശുഭമാകുന്നു. 4ാം ഭാവത്തിൽ ശുക്രൻ്റെ പ്രത്യേകതയുണ്ട്. ശുക്രന് ദിഗ്ബലവാനാണ് 4ാം ഭാവത്തിൽ എന്നറിയണം. അതിനാൽ പലപ്പോഴും പല യാത്രയിലൊക്കെ ആ തങ്ങളുടെ ഭാഗത്തേക്ക് നയിക്കപ്പെടുക, അവിടെ വലിയ ഗുണങ്ങൾ ഉണ്ടാവുക മുതലായ കർമ്മങ്ങളെല്ലാം തന്നെ ഈ ഒരു സമയത്ത് നടക്കും. നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവുക, നല്ല സ്ത്രീജനങ്ങളുടെ സൗഹൃദം സമ്പാദിക്കുക, അതിനീച കർമ്മ എന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട്. അതിനാൽ സ്നേഹത്തിലൂടെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ വളരെ ശ്രദ്ധിക്കണം. സ്നേഹത്തിലൂടെ വളരെയധികം ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരും. അങ്ങനെ ഒരു ദോഷമുണ്ട് ശുക്രന്. ശുചസ്നേഹത, സ്നേഹത്തിലൂടെ തനിക്ക് ദുഃഖം വരുമെന്നൊരു ഫലത്തെ പറഞ്ഞിരിക്കുന്നു. അതിനാൽ 4ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ നിങ്ങൾക്ക് വാഹന സുഖം വരും. വാഹനങ്ങളൊക്കെ ചെറിയ കാശ് കൊടുത്ത് നന്നാക്കാം. വലിയ ആഡംബര വാഹനങ്ങളിലൊക്കെ ഇപ്പോൾ ഈ 32 ദിവസക്കാലം ഇടപെടരുത്. പ്രത്യേകിച്ച് സെപ്റ്റംബർ 2 വരെ എന്ന് പ്രത്യേകം അറിയുക. ഉള്ള വാഹനങ്ങളൊക്കെ നന്നാക്കുക. രാത്രി യാത്രയിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കുക. ബുദ്ധിമതിയായ ഗ്രഹമാണ്. 4ാം ഭാവത്തിൽ നിൽക്കുന്നു. നന്നായി ഭജിക്കണം. ഭദ്രകാളിയെ ഭജിക്കുക. ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയെ നമഃ. ഭദ്രകാളി ക്ഷേത്രത്തിൽ ദേഹമിട്ട് വഴിപാട് ചെയ്യുന്നത് വളരെയധികം ഗുണമാണെന്ന് അറിയുക. എല്ലാ പ്രിയപ്പെട്ട മിഥുന രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു 32 ദിവസത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.